ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. പിന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതൊരു ഏകദേശം 700 ഗ്രാമോളം ഉണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കണം ഈ ചിക്കൻ്റെ അളവിനായിട്ടുള്ള പൊടികളും മസാലകളൊക്കെയാണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ പൊടികളിലൊക്കെ കൂട്ടിയെടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 2 ടീസ്പൂൺ മൈദപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വേണം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ആ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടും വറുത്തെടുക്കാം. ഇപ്പോൾ വല്ലാണ്ട് കരിയാൻ നിൽക്കരുത്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ കോരി മാറ്റണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ടൊരു 10 ചെറിയുള്ളി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയാകും. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു പകുതി തക്കാളി വലിയ പീസാക്കി അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയും വലിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. സോയാ സോസൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപ്പുണ്ടാകും. പിന്നെ ഇതിലോട്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുത്തേക്കണത്. അതിനുശേഷം നമ്മൾ ചിക്കൻ വറുത്തെടുത്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയുമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.